കുഞ്ഞു പാമ്പ് അതിൻ്റെ പലർക്കും ഒരു ധാരണയുള്ളത് കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവില്ല എന്നാണ്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവും. മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വെനം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ പോലും ക്വാളിറ്റി ഓഫ് വെനം അല്ലെങ്കിൽ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. അപ്പോൾ അത് സർവൈവലിന് വേണ്ടിയിട്ടാണ്. കാരണം അതിനുവേണ്ടി ഭക്ഷണം ശേഖരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കാനോ വേറെ ആരുമില്ല. അത് പുറത്തു പോയി അതിൻ്റെ ഇരയെ പിടികൂടി ഭക്ഷണം കഴിച്ചാലാണ് അതിന് സർവൈവൽ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ഹൈ പൊട്ടൻസി ഉള്ള വെനം ആവശ്യമാണ്. അത്തരം ജനിച്ച അന്നേരം മുതൽ തന്നെത്താൻ ജീവിക്കാനുള്ള പ്രാപ്തിയുള്ള, ആരും നീന്തൽ പഠിപ്പിക്കാതെ നീന്താനും ആരും മരം കയറാൻ പഠിപ്പിക്കാതെ മരം കയറാനും ഒക്കെ കഴിവുള്ള കാറ്റഗറിയാണ്. നമ്മൾ ഒരു തരത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യാതെ തന്നെ അവർ നമ്മുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യും. സംഗതി അവർക്കുള്ള സ്പേസ് അവർക്ക് കൊടുക്കുക, നമ്മുടെ സ്പേസിലേക്ക് അവർ കടന്നു വരാതെ ശ്രദ്ധിക്കുക. ആ ഒരു ജാഗ്രത മാത്രം മതിയാവും. ബേസിക്കലി പാമ്പുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് അതുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാം. അതിന് ഏറ്റവും വളരെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയയിൽ ഒരുപാട് നമുക്ക് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ വിഷമുള്ളതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതുമായിട്ടുള്ള വളരെ വേഗത കൂടിയ, ഇപ്പം പൊതുവിൽ ഇന്ത്യയിലെ വിഷപ്പാമ്പുകളെ സംബന്ധിച്ച് വിഷമില്ലാത്ത പാമ്പുകളെ അപേക്ഷിച്ച് വേഗത കുറവാണ്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ വേഗതയുള്ളതും എന്നാൽ വളരെ വിഷമുള്ളതുമായിട്ടുള്ള പാമ്പുകളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. പക്ഷെ അവിടെ ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് അവയർനെസ് ഹൈ ആയത് കാരണം സ്നേക്ക് ബൈറ്റ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും അത് അവർ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നു. അത് ഡെത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് അപകടത്തിലേക്കോ എത്തിക്കത്തില്ല. അവിടെ ഒരു വർഷം ഒരു 2-3 പേരൊക്കെ മാത്രമാണ് പാമ്പ് കടിയിട്ട് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ് ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹൗ ടു കോഎക്സിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസിലേക്ക് അവർ വരാതെ എങ്ങനെ നമ്മൾ സേഫ് ആവുക. എങ്ങനെ സേഫ് ആവാം? ഒന്ന്, വീടിനകത്തേക്ക് അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ഈ പലതരത്തിലുള്ള എൻട്രി പോയിന്റ്സ് ഉണ്ടാവും വീടിനകത്തേക്ക്. ഇപ്പം വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വാതിലിലൂടെ അകത്തേക്ക് കടന്നു വരാം. ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ സാധാരണ വീടിൻ്റെ ജനാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അടിയോ 5 അടിയോ ഉയരത്തിലായിരിക്കും തറനിരപ്പിന്ന്. അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് പാമ്പ് കയറി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ ഡയറക്റ്റ് കയറി വരത്തില്ല. ഒരു 6 അടി നീളമുള്ള മൂർഖനൊക്കെ ആണെങ്കിൽ പോലും ഒരു 5 അടി ഉയരത്തിലുള്ള ജനാലയിലൂടെ കയറി വരാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻസ് അവിടെ ഉണ്ടാവും. ചിലപ്പോൾ വിറക് ചാരി വെച്ചിരിക്കുന്നതോ ഒരു അലക്ഷ്യമായിട്ടൊരു തൂമ്പായോ മറ്റെന്തെങ്കിലും ആയുധങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ പുറത്ത് ചാരി വെച്ചിരിക്കുന്നതിലൂടെ പാമ്പിന് കയറി ഉള്ളിലേക്ക് വരാം. രാത്രി സമയങ്ങളിൽ നമ്മൾ ജനാല തുറന്നിട്ട് ചൂട് കാരണം അങ്ങനെയൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കണക്ഷൻസ് ഉണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലും പാമ്പിന് ഉള്ളിലേക്ക് കയറി വരാം. ഭിത്തിയിലൂടെ കോർണേഴ്സിലൂടെ ഇഴഞ്ഞു കയറാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പം വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോമൺ ക്രൈറ്റ്, അതിന് ചെറിയ പരുക്കൻ പ്രതലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ പറ്റും. സാമാന്യം ഇപ്പോൾ ഒരു നില 2ാമത്തെ നിലയിലേക്ക് കയറി വരാൻ പറ്റും. അത് ചിലപ്പോൾ ഈ ഒരു പ്ലംബിംഗ് വർക്കിൻ്റെ ആ ഒരു പൈപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് അതിന് ശൽക്കങ്ങൾ നിലത്തമർത്തിയിട്ടാണ് അത് കയറി വരുന്നത്. അപ്പോൾ അതിന് കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രിപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ഗ്യാപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കയറി വരാൻ പറ്റും. വുൾഫ് സ്നേക്ക് നന്നായിട്ട് ചുമരിലൂടെയൊക്കെ കയറും. മീൻസ് പല്ലി കയറുന്നത് പോലെ പ്ലെയിൻ ആയിട്ടുള്ള ചുമരിലല്ല ഇത് കയറുന്നത്. എന്തെങ്കിലും വയറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആ വിൻഡോയുടെ എഡ്ജിലൂടെയോ അത്തരത്തിലുള്ള ഒരു പരുക്കൻ പ്രതലമുള്ള ഭാഗങ്ങളിലൂടെ അത് കയറി ഉള്ളിലേക്ക് വരാം. അങ്ങനെ അത് ചിലപ്പോൾ ഫ്ലാറ്റുകളുടെ 10ാം നിലയിൽ പാമ്പിനെ കണ്ടു എന്നുള്ളൊക്കെ ന്യൂസ് വരാറുണ്ട്. അത് ചുമരിലൂടെ തന്നെ കയറി വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു പക്ഷി കൊത്തിക്കൊണ്ടുവന്നത് അവിടെ നിന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലും പച്ചക്കറി വാങ്ങിയ കവറിനകത്ത് വന്ന് ചീരയുടെ കെട്ടിനകത്തുനിന്ന് പാമ്പിൻ്റെ കടിയേറ്റ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ വാങ്ങി ഒരു പാക്കറ്റ് നിലത്ത് വെച്ചു, എന്നിട്ട് വേറെ കുറച്ച് സംഗതികൾ വാങ്ങിയിട്ട് വന്നു, അപ്പോഴേക്കും ഇതിനകത്ത് കയറിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകാം. ഈ തൃശ്ശൂർ കോടാലിയുടെ കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ആ വീട്ടിൻ്റെ ഒരു പ്രത്യേകതകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വള്ളിച്ചെടികൾ, അലങ്കാര ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, മുന്തിരി വള്ളി ഉണ്ടായിരുന്നു. പലരും നമ്മൾ വളർത്തുന്നതാണ്. ബൊഗൈൻവില്ല കാണാൻ നല്ല ഭംഗിയാണ്. പാഷൻ ഫ്രൂട്ട്, അതുപോലുള്ള വള്ളിച്ചെടികളൊക്കെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ വളർത്താറുണ്ട്. ഇതൊക്കെ പാമ്പുകളുടെ എൻട്രി പോയിന്റ്സ് ആകണമെന്ന് നിർബന്ധമില്ല. അതുവഴി അകത്ത് കയറാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അത് ഒരുപക്ഷെ ജനാലയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ വള്ളി നിൽക്കുകയാണെങ്കിൽ, എയർ ഹോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ചിലപ്പം ഈ വീടിൻ്റെ പുറത്ത് ഇച്ചിരി ഉയരത്തിലുള്ള വെന്റിലേറ്ററോ എക്സോസ്റ്റ് ഫാനോ
അല്ലെങ്കിൽ എയർ ഹോളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സർവീസ് വയർ, സ്റ്റേ വയർ, നമ്മുടെ ഇൻ്റർനെറ്റ് കേബിള്, ഇതൊക്കെ എയർ ഹോളിലൂടെയൊക്കെ അകത്തേക്ക് വരുന്ന ഭാഗങ്ങളുണ്ട്. അതിലൂടെയും കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വയറിൻ്റെ ഭാഗങ്ങളൊക്കെ സീൽ ചെയ്യുക. ഈ വള്ളിച്ചെടികളുടെയൊക്കെ ഇത്തരം എൻട്രിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഭാഗങ്ങൾ മാത്രം ക്രോപ്പ് ചെയ്താൽ മതി. അല്ലാതെ വളർത്തുന്നതിന് പ്രശ്നമില്ല. വള്ളിച്ചെടികൾ മാറ്റണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം എൻട്രീസൊക്കെ നമുക്ക് ഒഴിവാക്കാം. വീടിൻ്റെ ചുറ്റുവട്ടത്ത് 2 സംഗതികൾ പാമ്പുകളെ ആകർഷിക്കും. ഈ 2 സംഗതികൾ നമ്മൾ ഒഴിവാക്കുക. ഒന്ന് ഹൈഡ് ഔട്ട്സ് ആണ്, മറ്റൊന്ന് ഫുഡാണ്. ഫുഡും ഹൈഡ് ഔട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പാമ്പുകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് പാമ്പുകൾ അട്രാക്റ്റഡ് ആവും. ഭക്ഷണം എന്ന് പറയുമ്പോൾ എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ഉറപ്പായിട്ടും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എലി വരാൻ സാധ്യത ഉണ്ടാകുന്നത് നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ അവിടെയൊക്കെ ഇടുമ്പോഴാണ്. അത് സ്കൂളുകളുടെ പരിസരമാവാം, അല്ലെങ്കിൽ ഓഫീസിൻ്റെ അടുത്താവാം, വീടിൻ്റെ അടുത്താവാം. ഏത് തരത്തിലുള്ള ബിൽഡിങ്സ് ആയാലും അതിനടുത്ത് ഫുഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ എലി വരും. എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കും. ഇപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ്, അതിപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആവണമെന്നില്ല. ചിലപ്പോൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ബാക്കിയായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ബാക്കിയായിരിക്കാം. എന്ത് തരത്തിലുള്ള ഫുഡായാലും, കന്നുകാലികൾക്ക് കൊടുക്കുന്ന പിണ്ണാക്കിൻ്റെ ബാക്കിയായാൽ പോലും എലികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. എലി വരും. അപ്പോൾ ആ എലി വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാം. എലി വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഗതി, എലി മാളങ്ങളുണ്ടാക്കും. ആ മാളം വീണ്ടും പാമ്പിന് ഹൈഡ് ഔട്ട്സ് ആവാനും സാധ്യതയുണ്ട്. ചില ചെടികൾ പാമ്പുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ്, അവ വളർത്തിയാൽ അതായത് പാമ്പുകളെ ആകർഷിക്കുന്നു എന്നുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. ഈറ്റ അതുപോലുള്ള സംഗതികളൊക്കെ, അല്ലെങ്കിൽ മുള ഒക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പുകൾ ആകർഷിക്കപ്പെടും. മുളയുടെ ചുവട്ടിലൊക്കെ എപ്പോഴും നല്ല തണുപ്പാണ്. മുള കൂട്ടമായിട്ടാണ് സാധാരണ, ഒറ്റ ചെടിയായിട്ടല്ല, കൂട്ടമായിട്ട് വളരുന്നതുകൊണ്ട് അതിനിടയ്ക്ക് പാമ്പിന് കയറിയിരിക്കാനുള്ള ധാരാളം സ്പേസ് ഉണ്ട്. തണുപ്പും തണലും എപ്പോഴും പാമ്പുകളെ ആകർഷിക്കും. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അല്പം തണുപ്പുള്ള സ്ഥലങ്ങൾ, തണലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് അവിടേക്ക് വരും. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ലോണുണ്ട്, അത് ദിവസവും വൈകുന്നേരം നനയ്ക്കുന്നതാണ്. അവിടെ എപ്പോഴും ഒരു തണുപ്പും ഒരു തണലും ഒരു പച്ചപ്പും ഒക്കെ ഉണ്ടാവും. അത്തരം ചെടിച്ചട്ടികൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത് ചെടിച്ചട്ടിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, തണുപ്പിലേക്കും തണലിലേക്കും അട്രാക്റ്റഡ് ആകുന്ന പാമ്പുകൾ അവിടെ വന്നിരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ ഫുഡിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു സംഗതി, പക്ഷികളെ വളർത്തുന്ന വീടുകളിൽ അലങ്കാര പക്ഷികൾ, ലവ് ബേഡ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ പിടിച്ച് കഴിക്കുന്ന പാമ്പുകളുണ്ട്. മൂർഖൻ ചേരയൊക്കെ ലവ് ബേഡ്സിനെ പിടിച്ച് ഭക്ഷണമാക്കും, അതിൻ്റെ മുട്ടയെടുത്ത് കഴിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് ഇത്തരം പാമ്പുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലവ് ബേഡ്സ്. വളർത്തരുത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള വീടുകളിൽ അതിനെതിരെ ഒരു കരുതൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈഡ് ഔട്ട്സ് ആകാൻ സാധ്യതയുള്ള വിറക് കൂട്ടിയിട്ടിരിക്കുന്നു, തേങ്ങ പോലുള്ള സംഗതികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. നിർമ്മാണ വസ്തുക്കൾ, ചിലപ്പോൾ ഇഷ്ടികയാവാം, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയോ ഒക്കെ സ്കൂളുകളിലാണ് ഇത് കൂടുതലും കാണാറ്. സ്കൂളിൽ ക്ലാസ് റൂമിനോട് ചേർന്ന് റീ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ എവിടെയെങ്കിലും കൂട്ടിയിട്ടും അതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പൊത്തുമാളം എന്തായാലും പാമ്പുകളെ ആകർഷിക്കും. അപ്പോൾ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഓഫീസിലോ സ്കൂളുകളിലോ ഒക്കെ പരിസരത്ത് പൊത്തുകൾ, മാളങ്ങളോ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. എൻട്രി പോയിൻറ്റ്സ്, ഇതുപോലുള്ള സാധ്യമായ എൻട്രി പോയിൻറ്റ്സൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകൾ ആ ഏരിയയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. കുഞ്ഞു പാമ്പുകൾ എസ്പെഷ്യലി, ഈ കുഞ്ഞു പാമ്പുകൾ തീരെ ചെറുതായത് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് വീടിൻ്റെ പുറത്ത് ഊരി വയ്ക്കുന്ന ഷൂവിനകത്തും കയറിയിരിക്കാം. അതിനെ സംബന്ധിച്ച് അതൊരു ചെറിയ മാളം പോലെ തോന്നുന്നു, അതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ എപ്പോഴും കുട്ടികൾ ഷൂ എടുത്ത് ഇടുമ്പോഴേക്കും അത് ഒന്ന് തട്ടി നോക്കിയിട്ട് ഇടണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പിന്നെ വെളുത്തുള്ളിയുടെ എന്തൊക്കെയോ ഇട്ടാല് ഈ പാമ്പിനകത്ത് വരില്ല എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് വെളുത്തുള്ളി ചതച്ചിടുക, പാൽക്കായം, പാമ്പിന് സ്മെല്ല് ചെയ്യാനുള്ള കഴിവില്ല എന്നല്ലേ പറയുക. പാമ്പുകളുടെ, അതായത് അണ്ടർ ഡെവലപ്ഡ് ഓൾഫാക്ടറി സെൻസസ് ഉള്ള ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ. നമ്മളെപ്പോലെ ഗന്ധം തിരിച്ചറിയാനുള്ള അത്ര ഡെവലപ്ഡ് അല്ല. ഗന്ധം മൂക്കിലൂടെ തിരിച്ചറിയാനും പറ്റത്തില്ല. നമ്മൾ ശ്വാസം എടുക്കുന്നതോടൊപ്പം നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ പറ്റും. ചുറ്റുമുള്ള വസ്തുക്കളുടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഈ പട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ ഈ 5 പേരെയും വേറെ വേറെ ഗന്ധത്തിലൂടെ അതിന് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു കഴിവ് നമുക്കില്ല. നമുക്കുള്ള കഴിവ് പോലും ആർക്കില്ല, പാമ്പുകൾക്കില്ല.
അപ്പം പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് നാവിലൂടെയാണ്. ഗന്ധം എന്നുള്ള രീതിയിൽ, അതായത് അത് നാവ് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്യും. മൂക്കത് ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ നാവ് ഇടയ്ക്ക് പുറത്തിട്ട് ഫ്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിന് ചുറ്റുവട്ടത്തുള്ള ഇരജീവികളുടെ, അതുപോലെ ഇണപ്പാമ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം, ശത്രുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം അതിന് ഇതിലൂടെ മനസ്സിലാവും. അതായത് അവയുടെയൊക്കെ ദേഹത്ത് നിന്നുള്ള മോളിക്യൂൾസ് അന്തരീക്ഷത്തിലുള്ളതിനെ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് പാമ്പിൻ്റെ തലച്ചോറിന് മുൻവശത്ത് ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനുണ്ട്. പലപ്പോഴും ഈ ടേസ്റ്റിംഗ് ദ സ്മെൽ എന്നൊക്കെ പറയാറുണ്ട്. നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു ഈ മോളിക്യൂൾസ് ഇത് കളക്ട് ചെയ്യുന്ന രീതിയിൽ ഗന്ധം മനസ്സിലാക്കുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മണ്ണെണ്ണ തളിച്ചു, മണ്ണെണ്ണയുടെ ഗന്ധം ചിലപ്പോൾ അവിടെ അരമണിക്കൂറുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അരമണിക്കൂർ ഇടവിട്ട് മണ്ണെണ്ണ തളിക്കാൻ പറ്റത്തില്ല. വെളുത്തുള്ളി ചതച്ചിട്ടു, അല്ലെങ്കിൽ പാൽക്കായം തളിച്ചു, ഇത്തരത്തിലുള്ള ഇതിൻ്റെയൊക്കെ ഗന്ധം കൊണ്ട് പാമ്പ് വരാതിരിക്കില്ല എന്നുള്ളതാണ് ബേസിക്കലി. അങ്ങനെ തളിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇനി പാമ്പ് വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് പാമ്പിന്റെ വെളുത്തുള്ളി ചതച്ചിട്ടാൽ വരില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഇല്ല. അത് അത്തരം ഗന്ധങ്ങൾ തിരിച്ചറിയുവാനോ അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കാനോ ഉള്ള കഴിവ് പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. ചില ചെടികൾ പാമ്പുകളെ റിപ്പൽ ചെയ്യുമെന്ന് പറയും. അതായത് സർപ്പഗന്ധ, അണലിവേഗം, തുളസി, പലതരം തുളസിയിൽ തന്നെ രാമതുളസിയുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്, കർപ്പൂര തുളസിയുണ്ട്, അങ്ങനെ പലതരം തുളസിയുണ്ട്. അതിൽ പലതരം തുളസികളിലും പാമ്പുകളെ റിപ്പൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പലരും വിശ്വസിക്കാറുണ്ട്. തുളസിയിൽ ചുറ്റിയിരുന്ന പാമ്പിനെ നമ്മുടെ റെസ്ക്യൂവേഴ്സ് പലപ്പോഴും പിടിച്ചിട്ടുണ്ട്. അതുപോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂമിനകത്തുനിന്ന് എത്ര പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ പെട്രോളിൻ്റെ രൂക്ഷമായ ഗന്ധമുള്ള ഭാഗത്തു നിന്നും പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാമ്പിനെ റിപ്പൽ ചെയ്യുന്ന ഒരു സംഗതിയാണെങ്കിൽ പാമ്പുകൾ അങ്ങോട്ട് വരരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഗന്ധത്തിലൂടെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ പറ്റില്ല. ബേസിക്കലി ഓൾഫാക്ടറി സെൻസസ് അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദത്തോട് പ്രതികരിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അന്തരീക്ഷത്തിലെ വൈബ്രേഷൻസ് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഒന്ന്, എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, നമുക്കുള്ളതുപോലെ ചെവിയില്ല പാമ്പുകൾക്ക്, ഇയർ ഡ്രംസ് ഇല്ല. പകരം നമ്മുടെ ഈ ചെവിക്കുള്ളിൽ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്ന് പറഞ്ഞ 3 ചെറിയ അസ്ഥികളുണ്ട്. അതിൽ സ്റ്റേപ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഓർഗൻ അതിൻ്റെ കീഴ്ത്താടിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് പാമ്പ് നിലത്ത് അമർന്ന് കിടക്കുന്ന സമയത്ത് നിലത്തുള്ള വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പഴമക്കാർ നമ്മളോട് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകണമെങ്കിൽ അമർത്തി ചവിട്ടി നടന്നു പോകണമെന്ന് പറയും. അപ്പോൾ ആ ചെറിയ വൈബ്രേഷൻസ് വഴിയിൽ പാമ്പ് കിടക്കുകയാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ആ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറും, നമുക്ക് സേഫായിട്ട് കടന്നു പോവാം. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങൾ ഇങ്ങനെ പാമ്പിന് മനസ്സിലാവത്തില്ല. അതിന് ചെവിയും കർണപുടവും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ചില പ്രോഡക്ട്സ്, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുകയാണ്. കൃഷിയിടങ്ങളിൽ കർഷകർ ഇത് കൊണ്ടുപോയിട്ട് അത് അവിടെ ഇങ്ങനെ നിർത്തുന്നു. ഇപ്പം ക്യാമറയുടെ ട്രൈപോഡ് വെച്ചതുപോലെ അവിടെ നിർത്തുന്നു, എന്നിട്ട് അത് ഓണാക്കുന്നു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ശബ്ദതരംഗങ്ങൾ വരും. നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഇനോഡിബിൾ ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ്. ആ ശബ്ദം കാരണം പാമ്പുകൾ ആ പ്രദേശം ഒഴിവാക്കും എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അത് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ അത് ഓഡിബിൾ ആയാലും ഇനോഡിബിൾ ആയാലും അത് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലല്ലേ പാമ്പുകൾ അത് ആ പ്രദേശം ഒഴിവാക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും പാമ്പുകളെ ഒഴിവാക്കാനുള്ള സംഗതികളല്ല. ചില പ്രൊഡക്ട്സും കിട്ടാറുണ്ട്. ചില സ്നേക്ക് റിപ്പലൻസ് എന്ന് പറഞ്ഞിട്ട് അത് വീടിന് ചുറ്റും തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് അവിടെ വരില്ല. അത് ഈ വെളുത്തുള്ളിയും അല്ലെങ്കിൽ പാൽക്കായവും ഇതൊക്കെ മണ്ണെണ്ണ ഒഴിക്കുന്നത് പോലെയൊക്കെ ചതച്ചിടുന്നത് പോലെയൊക്കെ ഉള്ള സംഗതിയേ ഉള്ളൂ. അതൊന്നും പാമ്പുകളെ അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് പാമ്പ് ഒഴിവാകുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് ഒന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. പിന്നെ കീടനാശിനികൾ തളിച്ചു കഴിഞ്ഞാൽ ചെറിയ ജീവികളൊക്കെ ചത്തുപോകുമെന്ന് പറഞ്ഞതുപോലെ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തുപോരും. മണ്ണെണ്ണ പാമ്പിൻ്റെ ദേഹത്തൊഴിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് പൊള്ളലേൽക്കുകയും അതിന് പരിക്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ അതിൻ്റെ ദേഹത്തൊഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ മണ്ണെണ്ണ തളിച്ചതുകൊണ്ട് അതിൻ്റെ മണം മനസ്സിലാക്കിയിട്ട് പാമ്പ് ആ പ്രദേശത്ത് വരില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ അറിവാണ്. അപ്പോൾ റിപ്പൽ ചെയ്യാൻ വേറെ ഒന്നും ചെയ്യാനില്ല. 2 കാര്യങ്ങൾ. ഹൈഡൗട്ട്സ് അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് റിപ്പൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി. അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഹൈഡൗട്ട്സ്, ഒളിയിടങ്ങൾ വീട്ടിൻ്റെ പരിസരത്തൊന്നും ഇല്ലാതിരിക്കുക. മാളങ്ങൾ, പൊത്തുകൾ, അതുപോലെ വിറക് കൂട്ടിയിട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. വീടിനകത്തായാൽ പോലും എങ്ങാനും ഒരു പാമ്പ് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ബുക്കും അതുപോലെ നമ്മുടെ വസ്ത്രങ്ങളും എല്ലാം കൂടെ ഒരു വളരെ ഇംപ്രോപ്പറായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അതിന് ദിവസങ്ങളോളം താമസിക്കാം. പല്ലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അതിന് ഒരു വന്യജീവി, ഇപ്പോൾ കാട്ടുപന്നി ആയാലും വനത്തിൽ നിന്ന് പുറത്തിറങ്ങി
ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൃഷിയിടത്തിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയായിരിക്കും വന്നത്. ആ വന്ന പന്നി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഒരു പകൽ സമയമാകുമ്പോഴേക്കും അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലാത്ത ഒരു അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കൃഷിയിടമാണെങ്കിലാണ് അത് ഹൈഡ് ഔട്ടിന് വേണ്ടി തിരിച്ച് കാട്ടിലേക്ക് പോവുള്ളൂ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് അടുത്ത ദിവസവും ഇത് തന്നെ കഴിക്കും. അപ്പം പല്ലിയെ പിടിക്കാൻ വേണ്ടി വീട്ടിനകത്തേക്ക് കയറി വരുന്ന പാമ്പ് അതിനകത്ത് നിറയെ അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് അടുത്ത പല്ലിയെ പിടിച്ച് അവിടെ പുല്ലുണക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നതിന് വരുന്നുണ്ടല്ലോ, അത് അടിച്ചു കഴിഞ്ഞാൽ പാമ്പ് അതും ഇതെല്ലാം ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരും. അതിൻ്റെ ഒരു സ്മെല്ല് സെൻസ് ചെയ്തിട്ട് പാമ്പ് വരാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമ്മൾ ഈ പാമ്പിനെ കണ്ട് എന്താ ചെയ്യേണ്ടത്? പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുഞ്ഞു പാമ്പാണെങ്കിൽ കോടാലിയിലെ വീടിൻ്റെ ആ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് എടുക്കാം. അടുത്ത ദിവസങ്ങളിൽ 5 പാമ്പും കുഞ്ഞുങ്ങളെയാണ് അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യാനോ ഇതിനെ സുരക്ഷിതമായിട്ട് പരിശോധിക്കാനുള്ള ഉപകരണങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതിനുള്ള വിദഗ്ധ പരിശീലനം കിട്ടിയിട്ടില്ലാത്ത ഒരാൾ പാമ്പ് കുഞ്ഞിനെ കണ്ട ഭാഗം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പാമ്പ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് കടിയേൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കുഞ്ഞു പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്, വളരെ വളരെ അപകടകരമാണ്. ഇനി ഇപ്പൊ സപ്പോസ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ്? ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് കടിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് കെട്ടുക. അതെ, അങ്ങനത്തെ സംഭവങ്ങൾ എന്താണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ്? അതായത് പാമ്പ് കടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു സംഗതി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സയന്റിഫിക്കലി പറയാം. അതായത് ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ പറയാനാണെങ്കിൽ ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT, ഡു ഇറ്റ് റൈറ്റ്. അപ്പോൾ R സ്റ്റാൻഡ്സ് ഫോർ റീഅഷ്വർ, കടിയേറ്റ ആളെ ഭയപ്പെടുത്താതിരിക്കുക. ഈ ഒരു ഫിയർ ഫാക്ടർ ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള സംഗതിയാണ്. കാരണം ചേര കടിച്ചിട്ട് ആൾ മരിച്ചിട്ടുണ്ട്. അത് ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്ക് വിഷബാധ ഏറ്റത് കൊണ്ടോ അല്ല, ഭയം കാരണം ആൾ മരിച്ചതാണ്. അപ്പോൾ റീഅഷ്വർ, കടിയേറ്റ ആൾ ഇനി ഹൈലി വെനമസ് ആയിട്ടുള്ള പാമ്പാണ് കടിച്ചത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അത് വിഷമൊന്നുമില്ലാത്ത പാമ്പാണെന്ന് പറഞ്ഞ ആളെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, ആൾ ഒരു കാരണവശാലും ഭയപ്പെടാത്തൊരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് റീഅഷ്വർ. ഡു ഇറ്റ് റൈറ്റിൽ R റീഅഷ്വർ. I ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ മിനിമൈസ് ചെയ്യുക. ഇമ്മൊബിലൈസ്, അത് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുമ്പോൾ നമ്മളെന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ക്രൈബ് ബാൻഡോ മറ്റോ ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ഒരു ക്രൈബ് ബാൻഡോ മറ്റോ ഉപയോഗിച്ചൊരു നമുക്ക് ആ കടിയേറ്റ ഭാഗം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചുറ്റിക്കെട്ടാം. മസ്കുലർ ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. RI റീഅഷ്വർ. ഇമ്മൊബിലൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഫസ്റ്റ് എയ്ഡ്സ് ഒന്നും തന്നെ ഇല്ല. ഗോ ടു ഹോസ്പിറ്റൽ, GH, ഗോ ടു ഹോസ്പിറ്റൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. അതിന് ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വനംവകുപ്പിൻ്റെ സർപ്പ ആപ്പിലുണ്ട്. പിന്നെ മറ്റ് ഒരു ടീം ഓഫ് സയൻറ്റിസ്റ്റ് അതുപോലെ റിസർച്ചേഴ്സ്, ഡോക്ടേഴ്സൊക്കെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, സ്നേക്ക് പീഡിയ എന്ന് പറയുന്നത്. അതിലും ഈ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ്. സർപ്പയിലാണെങ്കിൽ ഈ ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതിൽ കാണിക്കുക. എൻ്റെ ലൊക്കേഷൻ, അവിടെ നിന്ന് ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ആദ്യം, അടുത്ത് രണ്ടാമത്, അങ്ങനെയാണ് അതിൽ കാണിക്കുക. കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പോൾ ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ, ഒരാൾക്ക് ബൈറ്റ് കിട്ടിയിട്ടുണ്ട്, ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഡോക്ടറുണ്ടോ. ചിലപ്പോൾ ഒത്തിരി ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റൽസിലും ചിലപ്പോൾ അവധി ദിവസങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എക്സ്പേർട്സിൻ്റെ അവൈലബിലിറ്റി ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പോൾ ഈ രണ്ടിലൊന്ന്, അതായത് ആൻറ്റിവെനം ഉണ്ട് പക്ഷേ ഡോക്ടർ ഇല്ല, ഡോക്ടർ ഉണ്ട് പക്ഷേ ആൻറ്റിവെനം ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിയറസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് നിയറസ്റ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. കാരണം അവിടെ പോയിട്ട് ഇത് മനസ്സിലായിട്ട് പിന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ നഷ്ടമാവും. ഇപ്പോഴത്തെ ട്രാഫിക് കണ്ടീഷൻ വെച്ചിട്ട് അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. ഗോൾഡൻ അവർ, അതായത് സംഭവം നടന്ന് ആദ്യത്തെ 1 മണിക്കൂർ ജീവൻ്റെ വിലയുള്ള 1 മണിക്കൂറാണ്. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ GH, ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് കൃത്യമായി ആളെ എത്തിക്കുക.
അതിന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചിട്ട്, ആംബുലൻസ് ഇപ്പോൾ 108 ആംബുലൻസിൽ ഫസ്റ്റ് എയ്ഡിനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല സംഗതിയാണ്. പക്ഷേ എന്നിരുന്നാൽ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ 1 മണിക്കൂർ ആംബുലൻസ് അങ്ങോട്ട് എത്താനെടുക്കും, തിരിച്ച് 1 മണിക്കൂർ തിരിച്ചെത്താനെടുക്കും. അത്ര റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതെ അവിടെ ഏത് വാഹനമാണോ അവൈലബിൾ ആ വാഹനത്തിൽ ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. RIGH കഴിഞ്ഞു, ഹോസ്പിറ്റലിലെത്തി, ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. എന്താണ് സംഭവിച്ചത്? നിലത്ത് കിടക്കുമായിരുന്നു, ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. പാമ്പ് കടിച്ചതാണോ നമുക്ക് അറിയത്തില്ല. സ്നേക്ക് ബൈറ്റിൻ്റെ കേസിൽ പാമ്പ് കടിച്ചത് നമ്മൾ കണ്ടാൽ മാത്രമല്ല, എന്തോ കൊണ്ടു, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പറമ്പിലൊന്ന് പോയിട്ട് വന്നപ്പോഴേക്കും കാലിൽ എന്തോ കൊണ്ടു, രാത്രി ഒന്ന് കിണറിൻ്റെ അവിടം വരെ പോയിട്ട് വന്നപ്പോഴേക്കും എന്തോ കൊണ്ടതുപോലെ തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ കടിച്ചതുപോലെ തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ റിസ്ക് എടുക്കുക. അത് ജീവൻ്റെ കാര്യമാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. അന്നേരം എന്താ ഡോക്ടറോട് പറയുക? പാമ്പ് കടിച്ചതായിട്ടൊന്നും കണ്ടില്ല, പക്ഷെ എന്തോ കടിച്ചു, അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു, നിലത്താണ് കിടന്നുറങ്ങിയത്, എന്തോ കടിച്ചതുപോലെ തോന്നുന്നു. നല്ല പെയിൻ എടുക്കില്ലേ? അത് എപ്പോഴും നിർബന്ധമില്ല. അതാണ്, അത് വേറൊരു സംഗതിയാണ്. ഇപ്പം നിലത്ത് കിടന്നുറങ്ങുമ്പോൾ വെള്ളിക്കെട്ടൻ കടിച്ചു. വെള്ളിക്കെട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷപ്പല്ല് വളരെ ചെറുതാണ്. ഇപ്പോൾ റസൽസ് വൈപ്പറിൻ്റെയൊക്കെ പല്ല് വലുതാണ്, 1 ഇഞ്ച് വരെ അതിന് നീളം ഉണ്ടാകാം. ക്രൈറ്റിൻ്റെ പല്ലെന്ന് പറഞ്ഞാൽ ഒരു 3 to 5 മില്ലിമീറ്ററൊക്കെ അതിന് സൈസ് ഉണ്ടാവുള്ളൂ. ഉറക്കത്തിൽ കടിച്ചതാണെന്നുണ്ടെങ്കിൽ എന്താണ് അത്, ഈ ചിലപ്പോൾ കൊതുക് കടിച്ചാൽ നമ്മൾ ഉറക്കത്തിൽ ഉണരത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്രയൊക്കെ വേദന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയ സൂചി കൊണ്ട് കുത്തിയതുപോലുള്ള വേദന ഉണ്ടാവുള്ളൂ. ആ സ്ഥലം പരിശോധിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് ബൈറ്റ് മാർക്ക് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഡോക്ടറോട് പറയുന്നത് നിലത്താണ് കിടന്നത് എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷേ ഒത്തിരി കഴിയുമ്പോഴേക്കും നമുക്ക് തലകറക്കം തോന്നുന്നു. അത് ന്യൂറോടോക്സിക് എൻവെനമേഷൻ്റെ സിംറ്റമാണ്. അത് വെച്ചിട്ട് ഡോക്ടർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സിംറ്റംസ് അതായത് 2 തരത്തിലാണ്. ഒന്ന്, കരയിൽ കാണുന്ന പാമ്പുകളിൽ പ്രധാനമായും ന്യൂറോടോക്സിക് ഉണ്ട്, ഹീമോടോക്സിക് ഉണ്ട്. ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പ്, വെള്ളിക്കെട്ടൻ, രാജവെമ്പാല പോലുള്ള പാമ്പുകളൊക്കെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന, നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനമാണ്. അത് ന്യൂറോടോക്സിക്കിൽ പ്രധാനമായും ക്രൈറ്റിൻ്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ ടോസിസ് എന്ന് പറയും. അതായത് കണ്ണ് തുറക്കാൻ പറ്റാതെ പോള ഇങ്ങനെ അടഞ്ഞു പോവുക, പിന്നെ തലചുറ്റൽ, നമുക്ക് തലകറക്കം, ഒരു ഡിസിനെസ് ഒക്കെ അനുഭവപ്പെടുക, ഛർദി ഉണ്ടാവുക. ക്രൈറ്റിൻ്റെ ആണെങ്കിൽ എസ്പെഷ്യലി വയറുവേദന ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണാറുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു ബാലൻസ് ഇല്ലായ്കയും, അതുപോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ ആ ഒരു ന്യൂറോടോക്സിക് ആയത് കാരണം ഒരു പാരാലിസിസിൻ്റെ ഒരു സിംറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളാണെന്നുണ്ടെങ്കിൽ ഹീമോടോക്സിക് എൻവെനമേഷനാണ്. അപ്പോൾ അത് രക്തം കട്ട പിടിക്കുന്നതിനെ തടയുന്ന, അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന വിഷമാണത്. അത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. അതിനാണ് 20 WBCT ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് 20 മിനിറ്റ്സ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈമാണ് നോക്കുന്നത്. ബ്ലഡ് എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ 20 മിനിറ്റ് ഇങ്ങനെ വയ്ക്കും, ഫ്രീ ആയിട്ട് വയ്ക്കും. അത് 20 മിനിറ്റ് കൊണ്ട് ക്ലോട്ട് ആവുന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് അത് കട്ട പിടിക്കും. ആ സമയം കൊണ്ട് കട്ട പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹീമോടോക്സിക് എൻവെനമേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അത് ഈ നമുക്ക് ഗംസിലൂടെയൊക്കെ, ഇപ്പം വായിൽ നിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ രോമകൂപങ്ങളിൽ നിന്നോ ഒക്കെ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. മൂത്രം ഒഴിക്കുമ്പോഴേക്കും അതോടൊപ്പം ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഹീമോടോക്സിക് എൻവെനമേഷൻ്റെ സിംറ്റംസ് ആണ്. പിന്നെ പലരുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടിയേറ്റ പാട് നോക്കിക്കഴിഞ്ഞാൽ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു ഇതിലേക്ക് നയിച്ച അത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പ്രിന്റ് മീഡിയയിലോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കറങ്ങി നടക്കുന്ന പല പോസ്റ്ററുകളൊക്കെയാണ്. അതായത് കടിച്ച പാമ്പിന്റെ ലക്ഷണം വെച്ചിട്ട് അത് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയാം. അതൊക്കെ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തിയിട്ട് അത് തിരിച്ച് കംപ്ലീറ്റ് ആ പ്രോസസ്സ് റിവേഴ്സ് ചെയ്തിട്ട് അത് വിഷക്കല്ലുണ്ട്. ഈ കറുത്ത കോഴിയെ അതിന്റെ പൃഷ്ഠഭാഗം കീറിയിട്ട് അത് ചേർത്ത് വെച്ചിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഈ അന്ധവിശ്വാസത്തിന്റെ ഒരു വേറൊരു ലെവലാണ്. നമ്മളിപ്പോൾ ഇത് പക്ഷെ ജനറലായിട്ട് അത്യാവശ്യം ശാസ്ത്രീയമായി ചിന്തിക്കുന്ന, ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും തെറ്റുപറ്റാവുന്ന ചില സംഗതികളാണ്. ഒന്ന്, ഈ പാമ്പിൻ്റെ രൂപം വെച്ചിട്ട് അത്
വെനമസ് ആണോ വെനമസ് അല്ലയോ എന്നുള്ളത് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റും എന്നുള്ളൊരു ധാരണ. ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പുകൾ, അതുപോലെ പൂച്ചയുടെ കണ്ണ് പോലെ വെർട്ടിക്കൽ പ്യൂപ്പിൾ കുത്തനെയുള്ള കൃഷ്ണമണിയുള്ള പാമ്പുകൾ ഒക്കെ വെനമസ് ആണ് എന്നൊരു ധാരണ. ഉരുണ്ട തലയുള്ള പാമ്പുകൾ, അതുപോലെ വട്ടത്തിലുള്ള കൃഷ്ണമണിയുള്ള പാമ്പുകൾ വെനമസ് അല്ല എന്നുള്ളൊരു ധാരണ. ഇതൊക്കെ തെറ്റാണ്. വട്ടത്തിൽ കൃഷ്ണമണിയുള്ള ഉരുണ്ട തലയുള്ള പാമ്പാണ് ക്രേറ്റ്. ഇന്ത്യയിലെ പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ വെനം ഇൻറ്റൻസിറ്റിയും പൊട്ടൻസിയും ഉള്ളത് ക്രേറ്റിനാണ്. അപ്പോൾ അത് തെറ്റാണ്. ഈ ത്രികോണാകൃതിയിൽ തലയുള്ളതും പൂച്ചയുടെ കണ്ണ് പോലുള്ള കണ്ണുള്ളതുമായിട്ടുള്ള ഹൈലി വെനമസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ഉണ്ട്. മോഡറേറ്റ്ലി വെനമസ് ആയിട്ടുള്ള പിറ്റ് വൈപ്പേഴ്സും അതുപോലെ ക്യാറ്റ് സ്നേക്സും ഒക്കെ ഉണ്ട്. ഒട്ടും തന്നെ വെനമസ് അല്ലാത്ത പൈത്തോൺസ് പോലുള്ള പാമ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പാമ്പിൻ്റെ രൂപം വെച്ചിട്ട് അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. ബൈറ്റ് മാർക്ക് കണ്ടാൽ ഒരു കാരണവശാലും അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് നമുക്ക് ആ ബൈറ്റ് മാർക്ക് കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അതിലൊരു പൊതുവിലൊരു വിശ്വാസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷമുള്ള പാമ്പ് കടിച്ചാണെങ്കിൽ 2 വിഷപ്പല്ലിൻ്റെ അടയാളം അവിടെ ഉണ്ടാവും. അവിടെ ലോക്കൽ റിയാക്ഷൻ, നീലിച്ച നിറം ഉണ്ടാവും, അല്ലെങ്കിൽ ചുവന്ന നിറം ഉണ്ടാവും, നീരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരി മാറ്റണമെന്ന് പറയുന്നത്. കാരണം നീര് വന്നിട്ട് പിന്നെ അത് ഊരി മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. ക്രേറ്റിൻ്റെ ബൈറ്റ് മാർക്ക് പോലും ഉണ്ടാവില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള എൻവെനമേഷൻ സംഭവിക്കാൻ ബൈറ്റ് മാർക്ക് ഇല്ലാത്തൊരു കുഞ്ഞു ബൈറ്റ് മതിയാവും. ഒരു കുഞ്ഞ് ജനിച്ച് 1-2 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു വെള്ളിക്കെട്ടൻ കടിച്ചാൽ മതിയാവും. അതായത് ഈ ലക്ഷണമൊത്ത ഒരു മുതിർന്ന ഒരു മൂർഖം പാമ്പിൻ്റെയൊക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ 2 വിഷപ്പല്ല് ആ ടിഷ്യൂവിൽ താഴ്ന്നിറങ്ങിയ അടയാളം ഉണ്ടാകാം. അവിടെ ഭയങ്കരമായ കടുത്ത വേദന ഉണ്ടാകാം. അവിടെ നീരുണ്ടാകാം. നീലിച്ച നിറമോ ചുവന്ന നിറമോ ഒക്കെ ഉണ്ടാകാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ വിഷപ്പാമ്പുകൾക്ക് വിഷപ്പല്ലിലൂടെയാണ് ഫാങ്സ് എന്നാ പറയുക. അതിലൂടെയാണ് അത് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. എപ്പോഴും 2 വിഷപ്പല്ല് അതിനുണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഹ്യൂമൻ ബീയിങ്സോ അല്ലെങ്കിൽ മാമൽസോ ഒക്കെ പൊതുവെ നമുക്കൊരു വളർച്ച പ്രായമുണ്ട്. 16 വയസ്സ് വരെ ഞാൻ വളർന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളർച്ചയില്ല. എനിക്ക് ജനിച്ചപ്പോൾ പല്ലില്ലായിരുന്നു. പിന്നെ പാൽപ്പല്ലുകൾ വന്നു. ആ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയിട്ടുള്ള പല്ലാണ് ഇപ്പോൾ എനിക്ക് നിലവിലുള്ളത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. പിന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആർട്ടിഫിഷ്യൽ പല്ല് വയ്ക്കാനേ പറ്റുള്ളൂ. പാമ്പുകൾക്ക് അങ്ങനെയല്ല. പാമ്പുകളുടെ ഫാങ്സ് ഇടയ്ക്ക് പൊഴിഞ്ഞു പോകും. ഈ പുറംചട്ട പൊഴിക്കുന്നത് പോലെ തന്നെ, പടം പൊഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ, മോൾട്ടിങ്. അത് മുതിർന്ന പാമ്പുകൾ വർഷത്തിൽ 5, 6, 7 തവണയൊക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവയുടെ പല്ല് പൊഴിഞ്ഞു പോകും. വിഷപ്പല്ലും പൊഴിഞ്ഞു പോകും. ഒരു പല്ല് പൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 2 പല്ലിൻ്റെ അടയാളം ഏതായാലും ഉണ്ടാകില്ല. ഇനി ചിലപ്പോൾ 2-ലധികം പല്ലുകളുടെ അടയാളം ഉണ്ടാകാം. അതും ഒരു ധാരണയാണ്. അതായത് കുറേ പല്ലിൻ്റെ ഇംപ്രഷൻ ഉണ്ടെങ്കിൽ, അടയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷമില്ലാത്ത പാമ്പാണ് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 വിഷപ്പല്ല് പൊഴിഞ്ഞു പോയി, പുതിയ വിഷപ്പല്ല് വന്നു, കടിച്ചപ്പോഴേക്കും വേറെ കുറേ പല്ലിൻ്റെയും കൂടെ ഇംപ്രഷൻ അതിൽ വന്നു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള വെനമസ് ബൈറ്റ് ആകാം. അല്ലെങ്കിൽ ചിലപ്പോൾ 2-ലധികം വിഷപ്പല്ല്, അതായത് ഈ പാൽപ്പല്ല് പൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ പെർമനൻറ്റ് ടീത്ത് വന്ന കുട്ടികൾ നമ്മൾ കാണാറില്ലേ എന്ന് പറഞ്ഞതുപോലെ, നിലവിലുണ്ടായിരുന്ന 2 വിഷപ്പല്ല് പൊഴിയുന്നതിന് മുന്നേ തന്നെ പുതിയ വിഷപ്പല്ല് വന്നു. അപ്പോൾ കടിക്കുമ്പോൾ ചിലപ്പോൾ 4 വിഷപ്പല്ലിൻ്റെ തന്നെ അടയാളം ഉണ്ടാവും. അതും സാധ്യതയുള്ളതാണ്. അത്തരത്തിലുള്ള പാമ്പുകളെ സ്പെസിമെൻസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടിയേറ്റ പാട് നോക്കിയിട്ട് ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ കൺക്ലൂസീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പല സാഹചര്യങ്ങളും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അത് സിംറ്റംസ് നോക്കിയിട്ടാണ്. കടിയേറ്റ പാടുണ്ടോ എന്നുള്ളത് നോക്കും, ബൈറ്റ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും പ്രാഥമികമായിട്ട്. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ 20 WBCT, അപ്പോൾ ക്ലോട്ടിംഗ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഹീമോടോക്സിക് എൻവെനമേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. മറ്റ് ക്ലിനിക്കൽ സിംറ്റംസ്, അതായത് ഈ പറഞ്ഞ ടോസിസ് ആയാലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായാലും അത്തരത്തിലുള്ള ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇതിൻ്റെ ഒരു അത്തരത്തിൽ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ ആ സിംറ്റംസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. ഈ കടിക്കുന്ന പാമ്പ് കടി ഏൽക്കുന്നതിൽ 75% ഈ വിഷമില്ലാത്ത നോൺ വെനമസ് ആണ്. അതെ. അതാണ് ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ പച്ചമരുന്ന് ഒറ്റമൂലി ചികിത്സകരുടെയൊക്കെ, അല്ലെങ്കിൽ ഈ മറ്റേ കറുത്ത കോഴിയും വിഷക്കല്ലും ഒക്കെ വെച്ച് ചികിത്സിക്കുന്നവരുടെയൊക്കെ ഒരു സാധ്യത അതാണ്. സിംറ്റംസ് ഓഫ് എൻവെനമേഷൻ അവർക്ക് നന്നായിട്ട് അറിയാം.
ഇവരുടെ മരുന്ന് ഫലപ്രദമല്ല എന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം എൻവനമേഷൻ സിംറ്റംസ് എയ്തർ ഹീമോടോക്സിക്കോ ന്യൂറോടോക്സിക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ചില പ്രയോഗങ്ങളുണ്ട്. അതായത് ഇപ്പം എന്താണ്, ഗുരുവിൻ്റെ അരുളപ്പാടുണ്ടായി, ഇങ്ങനെ ഒരാൾക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്, ആൾ ഇത്ര പെട്ടെന്ന് ആളിവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയും. സിംറ്റംസ് ഓക്കെയാണ്, ആൾക്ക് വിഷബാധയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആളെ വിളിച്ച് കിടത്തി അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ആളെ സുഖപ്പെടുത്തി വിടും. സിംറ്റംസ് പോസിറ്റീവാണ് എന്ന് ഒരു സൂചന തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 15 മിനിറ്റ് കൂടെ എത്തേണ്ടായിരുന്നു, നിങ്ങൾ ലേറ്റായി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പം ഇദ്ദേഹം ചികിത്സിച്ചിട്ടുള്ള 100 രോഗികളുണ്ടെങ്കിൽ 100 പേരും സേഫായിട്ട് രക്ഷപ്പെട്ടു. മറ്റേ ഒരു അപകട സാധ്യതയുള്ള രോഗിയെ അദ്ദേഹം ആദ്യം തന്നെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു. അപ്പം വളരെ ഭയങ്കര എന്താണ്, വൈദ്യനാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേരായി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അല്ലാതെ ആൻറ്റി സ്നേക്ക് വെനം ഉപയോഗിച്ച് വെനം ന്യൂട്രലൈസ് ചെയ്യുന്നതല്ലാതെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു തരത്തിലുള്ള ചികിത്സാ രീതികളും നമുക്ക് നിലവിലില്ല. ഇനിയൊരു ഇഷ്യൂ, ഈ പിന്നെ റെസ്ക്യൂ ചെയ്യുന്ന ഇതിൻ്റെ സ്നേക്സിൻ്റെ റിലീസാണ്. ഒരു പല ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ മലയാറ്റൂർ, കോതമംഗലം ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നാട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന എല്ലാ പാമ്പിനെയും ഇവിടെ കൊണ്ടാണ് റിലീസ് ചെയ്യുന്നത് എന്ന് ഉള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പരമാവധി സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ആൾതാമസമുള്ള സ്ഥലത്തൊന്നും അല്ലാതെ ഉള്ളിലൊക്കെയാണ് കൊണ്ടുവിടുന്നത്. ഇപ്പം ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വണ്ടി പോയിട്ട് 10 മിനിറ്റേ ആയുള്ളൂ, 10 മിനിറ്റിനകം തിരിച്ചു പോയി, അപ്പോൾ ദൂരെ കൊണ്ട് വിട്ടില്ല എന്നോ. ചിലപ്പം നമ്മൾ ഈ 2 ദിവസം കൂടുമ്പോൾ പാമ്പിനെ കൊണ്ട് വിടും. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു 10 പാമ്പുണ്ടാവും, ഈ 2 ദിവസം കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പിടിച്ചത്. ചിലപ്പോൾ ഒരു 15 പാമ്പുണ്ടാവും, ചിലപ്പോൾ ഒരു 2 പാമ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പാമ്പിനെ നമ്മൾ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അത് സേഫാണ്, 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാം. 10-15 പാമ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഉള്ളിലൊരു 8-10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് ആദ്യം ഒരു സ്ഥലത്ത് 2 എണ്ണത്തിനെ വിട്ടു, പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും അടുത്ത 2 എണ്ണത്തിനെ വിട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് എല്ലാത്തിനെയും കൂടെ ഒരേ സ്ഥലത്ത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആ പാമ്പുകൾക്കും സേഫ് അല്ല, ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് വളരെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ വിട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതൊക്കെ വഴി കാണും. അപ്പോൾ ജനിച്ച അന്ന് സർവൈവ് ചെയ്യാൻ അറിയാമെങ്കിൽ അതിന് ഒരു പ്രായം കഴിഞ്ഞ് കുറേ ഹണ്ടിങ് ഒക്കെ നടത്തി ജീവിച്ച് ശീലിച്ച പാമ്പിന് സർവൈവ് ചെയ്യാം. അതിനെ ഓൾട്ടർനേറ്റീവ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ് ആയാൽ മതി. നിയമത്തിൽ പറയുന്നത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ദ സെഡ് അനിമൽ ടു ഓൾട്ടർനേറ്റീവ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ് എന്നാണ്. അതായത് നീർക്കോലി, വെള്ളത്തിൽ ജീവിക്കുന്ന നീർക്കോലിയെ പിടിച്ച് ഒരു വരണ്ട അല്ലെങ്കിൽ എന്താണ് ഒരു ചിന്നാറ് പോലുള്ള വരണ്ട കാട്ടിക്കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ജീവിക്കത്തില്ല. അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഹാബിറ്റാറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ തുറന്നു വിടുന്നതും അതിന് സ്യൂട്ടബിളായിട്ടുള്ള സമയമായിരിക്കണം. പകൽ ആക്ടിവിറ്റി ഉള്ള പാമ്പിന് രാത്രി കൊണ്ട് തുറന്നു വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി സഞ്ചാരികളായിട്ടുള്ള മൂങ്ങയോ ഏതെങ്കിലും ജീവികളോ ഒക്കെ അതിന് പ്രിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല സ്യൂട്ടബിൾ ഹാബിറ്റാറ്റും ആയിരിക്കും. ഈ ആൾതാമസമുള്ള കൃഷിയിടങ്ങളിൽ ജീവിച്ചൊരു ചേരയെ അതുപോലെ അടിക്കാടുകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ അതിന് ഇരയുടെ ലഭ്യത വേണം, ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലം വേണം, വെള്ളം കുടിക്കാനുള്ള സൗകര്യം വേണം. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റ് ഏത് മാമൽസോ പക്ഷികളോ മറ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവികളെക്കാൾ കൂടുതൽ അതിജീവിക്കാനുള്ള സാധ്യത പാമ്പുകൾക്ക് തന്നെയാണ്. പാമ്പ് ശരിക്കും എന്തിനാ മനുഷ്യരെ കടിക്കുന്നത്? ഇപ്പോൾ രാത്രി അതൊരു ഡിഫൻസീവ് മെക്കാനിസമാണ്. രാത്രി കടിക്കുന്നത് അത് അന്വേഷിച്ചൊന്ന് കടിക്കുന്നതല്ല. അതായത് ഇതിന് ഏറ്റവും സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ കൃഷിയിടങ്ങളിൽ കൃഷിക്ക് വിളവെടുക്കാറാകുന്ന സമയത്ത് കൃഷിക്ക് കാവൽ കിടക്കുന്ന കർഷകരുണ്ട്. അവർ നിലത്തോ അല്ലെങ്കിൽ ചെറിയ ഈ ബാമ്പു കൊണ്ടുള്ള തട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലാണ് കിടക്കുന്നതെങ്കിൽ ഈ വെള്ളിക്കെട്ടന് അതിലൂടെ ചെറിയ കുറ്റിക്കാലിലൂടെയൊക്കെ കയറി വരാനുള്ള കഴിവുണ്ട്, കയറി മുകളിൽ വരും. അപ്പോൾ അന്തരീക്ഷം തണുപ്പുള്ള സമയത്ത് എന്തെങ്കിലും ഒരു ചൂടുള്ള ശരീരം എന്ന് പറഞ്ഞാൽ അതിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ശരീരത്തിനടുത്ത് വന്ന് ചൂട് തേടി വരുന്നതാണ്. ഓപ്പണായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് കിടക്കും. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഈ കർഷകൻ ഉറക്കത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഈ പാമ്പിൻ്റെ ദേഹത്തേക്ക് തിരിയുമ്പോൾ അതിന് വേദനിച്ചിട്ട് അത് പെട്ടെന്ന്
അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് കടിക്കുന്നതാണ്. അല്ലാതെ ആളെ അന്വേഷിച്ച് വന്ന് കടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വകപോക്കാൻ വേണ്ടി കടിക്കുന്നു എന്നൊക്കെ ആ രീതിയിലല്ല. എല്ലാ പാമ്പുകടികളും റിയാക്ഷൻസ് എല്ലാ പാമ്പുകടികളും ആക്സിഡൻസ് ആണ്. ഒരു പാമ്പ് ഇപ്പോൾ മൂർഖനായാലും ചേനത്തണ്ടനായാലും നമ്മളറിയാതെ അതിൻ്റെ തൊട്ടടുത്ത് വളരെ ക്ലോസ് റേഞ്ചിലേക്ക് പോകുമ്പോഴാണ് അത് കടിക്കുന്നത്. അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് കടിക്കുന്നത്. അല്ലാതെ ഒരാളവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഓടി വന്ന് നമ്മളെ കടിച്ചിട്ട് പോകുന്ന സ്വഭാവം ഒരു പാമ്പുകൾക്കും ഇല്ല.